യെസ്, ഓക്കെ എന്ന് പറയുമ്പോൾ അർത്ഥം അതിനകത്ത് കൃത്യമായിട്ടൊരു മീനിങ് ഉണ്ട് അല്ലെ. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ അതിർത്തിക്കുള്ളിലുള്ള അഗ്രികൾച്ചറൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, കാർഷികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാൻഡിൽ നിന്ന് എന്തെങ്കിലും റെന്റോ റവന്യൂയോ കിട്ടുകയാണെങ്കിൽ, ഈ റെന്റോ റവന്യൂ എന്ന് പറയുന്നത് അത് ക്യാഷ് ആയിട്ട് കിട്ടുന്നതാവാം, കൈൻഡ് ആയിട്ട് കിട്ടുന്നതാവാം. അപ്പൊ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് റെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാവാം. ഇപ്പൊ ഒരാള് ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ആള് അയാള് അതിന്റെ ഉടമക്ക് റെന്റ് കൊടുക്കും അല്ലെ. ആ റെന്റ് കിട്ടുന്ന എമൗണ്ട് ചിലപ്പോൾ അയാൾ ക്യാഷ് ചിലപ്പോൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും, ആ ഉൽപ്പന്നമാവും ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ക്യാഷ് ആയിട്ട് കൈൻഡ് ആയിട്ട് എങ്ങനെ ആവട്ടെ, ലാൻഡിൽ നിന്ന് കാർഷികമായ ആവശ്യത്തിന് വേണ്ടി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ലാൻഡിൽ നിന്ന് കിട്ടുന്ന റെന്റോ റവന്യൂ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ അതിന്റെ മീനിങ് അതാണ്, ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് അതാണ്. സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ്, ഇൻകം ഫ്രം മേക്കിംഗ് പ്രൊഡ്യൂസ് ഫിറ്റ് ഫോർ ദി മാർക്കറ്റ് ഓർ ഇൻകം ഫ്രം സെയിൽ ഓഫ് സച്ച് പ്രൊഡ്യൂസ്. ഈ സെക്കൻഡ് പാർട്ടിനകത്ത് 3 തരത്തിലുള്ള അഗ്രികൾച്ചറൽ ഇൻകത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് പറഞ്ഞ എന്താണ്, എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ്. അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസിലൂടെ കിട്ടുന്ന ഇൻകമാണ് അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ there are some basic agricultural operations. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചില ബേസിക് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ഉണ്ട്, കാർഷിക വൃത്തി നമ്മൾ പറയാറുള്ളത് അല്ലെ. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഇതാണ്, ടില്ലിങ് അല്ലെ, ഭൂമി ഉഴുതുമറിക്കുക എന്നുള്ളതാണ് അല്ലെ. അതുപോലെ തന്നെ വാട്ടറിങ്, അത് ജലസേചനം നടത്തുക, അതുപോലെ തന്നെ സോയിങ് അല്ലെ, ഹാർവെസ്റ്റിംഗ്, ഇങ്ങനെയൊക്കെയുള്ള പല ബേസിക് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ. കൃഷി എന്ന് പറയുമ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ ഒരാൾ പെർഫോം ചെയ്യുന്നതിലൂടെ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് കണക്കാക്കപ്പെടുക. ആ രണ്ടാമത്തെ പാർട്ടിനകത്ത് പറയുന്ന രണ്ടാമത്തെ ഇൻകം എന്ന് പറയുന്നത് ഇതാണ്, ഇൻകം ഫ്രം മേക്കിംഗ് പ്രൊഡ്യൂസ് ഫിറ്റ് ഫോർ ദി മാർക്കറ്റ്. ഒരു അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിനെ മാർക്കറ്റിലേക്ക് ഫിറ്റാക്കി മാറ്റുന്നത് ആ പ്രോസസ്സിലൂടെ കിട്ടുന്ന ഇൻകമാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന ഉൽപ്പന്നം അതേപോലെ മാർക്കറ്റബിൾ ആയിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നെല്ല് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം നെല്ല് എന്ന് പറയുന്ന ആ ഒരു ഉൽപ്പന്നം അല്ലെ, അവരെ പ്രൊഡ്യൂസ് അതാണ്. ആ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്തല്ല, മാർക്കറ്റിൽ നേരിട്ട് വിൽക്കുന്ന സാധനമല്ല. അതെന്ത് ചെയ്യണം, അത് മില്ലിൽ പ്രോസസ് ചെയ്തിട്ട് അതിനെ അരിയാക്കി മാറ്റണം, റൈസ് ആക്കി മാറ്റണം അല്ലെ. ഇന്ന് റൈസാണ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന് മറ്റു ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അഗ്രികൾച്ചർ പ്രൊഡ്യൂസിനെ അതിനെ മാർക്കറ്റിലേക്ക് ഫിറ്റ് ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സിംഗ്, ആ പ്രോസസ്സിംഗ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഇൻകം, അതിനെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് കണക്കാക്കപ്പെടുക. ദെൻ ഓർ ഇൻകം ഫ്രം സെയിൽ ഓഫ് സച്ച് പ്രൊഡ്യൂസ്, ആ ഉൽപ്പന്നം വിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇൻകം എന്ന് പറയുമ്പോൾ കൃഷി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, ഫോർ എക്സാമ്പിൾ ഒരാൾ കൃഷി ചെയ്യുന്നത് എന്താ ഉൽപ്പന്നമാണോ, ഇപ്പൊ കപ്പ കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ കപ്പ മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ അതിലൂടെ കിട്ടുന്ന ഇൻകം എന്താണ്, അഗ്രികൾച്ചറൽ ഇൻകം ആണ് അല്ലെ. അപ്പൊ ഈ രീതിയിൽ രണ്ടാമത്തെ പാർട്ട് ഓഫ് ഡെഫിനിഷനകത്ത് നമ്മൾ കാണുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ബേസിക് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിലൂടെ അഗ്രികൾച്ചറൽ ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം. ഒരു അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിനെ മാർക്കറ്റബിൾ ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിലൂടെ കിട്ടുന്ന ഇൻകം, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിനെ വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഇൻകം, ഇതൊക്കെ എന്താണ് അഗ്രികൾച്ചറൽ ഇൻകത്തിനകത്ത് വരും. പിന്നെ അതിനകത്ത് പറയുന്ന മൂന്നാമത്തെ പാർട്ടിൽ പറയുന്നത് ഇൻകം ഫ്രം എ ഫാം ഹൗസ്. ഒരു ഫാം ഹൗസ് നിന്ന് കിട്ടുന്ന ഇൻകമാണ്. ഫാം ഹൗസ് എന്ന് പറയുമ്പോൾ എന്താ, അഗ്രികൾച്ചറൽ ലാൻഡുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ചെറിയ ഷെഡോ മറ്റൊക്കെയാണ്, ചെറിയ വീട് ബിൽഡിംഗ് ആണ് അല്ലെ. നമ്മൾ കളപ്പുര, പത്തായപ്പുര എന്നൊക്കെ പറയുന്നത് പോലുള്ള ബിൽഡിംഗ് ആണ് ഫാം ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ കർഷകർ താമസിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു സെറ്റപ്പ് ആണത്. അപ്പൊ അങ്ങനെയുള്ള അതിലൂടെ കിട്ടുന്ന എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻകത്തെയും അഗ്രികൾച്ചർ ഇൻകം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, അപ്പൊ അതിൽ കൃഷി കർഷകരായിട്ടുള്ള അല്ലെങ്കിൽ കൃഷി പണിക്ക് വരുന്ന ആളുകൾ താമസിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അവരതിന് എന്തെങ്കിലും വാടക കൊടുക്കുകയാണെങ്കിൽ, ആ ഫാം ഹൗസ് എന്തെങ്കിലും വാടക കൊടുക്കുകയാണെങ്കിൽ ആ വാടകയായിട്ട് കിട്ടുന്ന എമൗണ്ട് അതിന്റെ ഉടമയുടെ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അപ്പൊ ഇതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 1A പ്രകാരമുള്ള അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ ഡെഫിനിഷൻ. പലതവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത് ഡിഫൈൻ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് അഗ്രികൾച്ചറൽ ഇൻകത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. നമ്മൾ ഒന്നുകൂടെ ഇതിനെ ഒന്ന് സിമ്പിൾ ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ, നമുക്ക് എങ്ങനെ അഗ്രികൾച്ചറൽ ഇൻകം എങ്ങനെ നമുക്ക് അതിനെ പ്രസന്റ് ചെയ്യാൻ നോക്കാം. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം, ഏതെല്ലാമാണ് അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ വിവിധ ടൈപ്പുകൾ.
അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വരുന്നത്. റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്, ലാൻഡിൽ നിന്ന് കിട്ടുന്ന റെന്റോ റവന്യൂ ആണ്. രണ്ടാമത് ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ, അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം ആണ്. മൂന്നാമത് ഇൻകം ഫ്രം മേക്കിംഗ് പ്രൊഡ്യൂസ് ഫിറ്റ് ഫോർ ദി മാർക്കറ്റ്, ഒരു ഉൽപ്പന്നത്തെ മാർക്കറ്റിൽ ഫിറ്റ് ആക്കി മാറ്റുന്ന അതിലൂടെ കിട്ടുന്ന ഇൻകം ആണ്. ഇൻകം ഫ്രം സെയിൽ ഓഫ് പ്രൊഡ്യൂസ്, ഒരു അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഇൻകം ആണ്. ഇൻകം ഫ്രം എ ഫാം ഹൗസ്, ഫാം ഹൗസിന് കിട്ടുന്ന ഇൻകം ആണ്. ഒന്നുകൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻകം ഫ്രം സാപ്ലിങ്സ് ഓർ സീഡ്സ് ഗ്രോൺ ഇൻ നഴ്സറി, നഴ്സറിയിലും മറ്റുമൊക്കെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ വളർത്തി ഉണ്ടാക്കുന്ന തൈകള്, അതുപോലെ തന്നെ വിത്തുകള്, ഇതിലൂടെ കിട്ടുന്ന, അത് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ഇൻകം, ഇതിനൊക്കെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞാൽ അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെക്ഷൻ 10 സബ്സെക്ഷൻ 1 എന്ന് പറയുന്ന പ്രൊവിഷൻ അനുസരിച്ചുകൊണ്ട് എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന, ഫുള്ളി എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻകമാണ് അഗ്രികൾച്ചറൽ ഇൻകം. അതിന്റെ ഡെഫിനിഷനാണ് അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് കോമ്പോസിറ്റ് ഇൻകം എന്ന് പറയുന്നത്. കോമ്പോസിറ്റ് ഇൻകം ഈസ് ഓൾസോ കോൾഡ് ആസ് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം. നമുക്കതിനെ പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം എന്നും പറയാം. പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുമ്പോൾ അർത്ഥം ഒരു ഇൻകം, നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം, എ സർട്ടൻ സം ഓഫ് മണി, ദാറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് ബോത്ത് അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ, ഒരാൾക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ട്, ഹി ഈസ് ഹാവിംഗ് സം ഇൻകം ഫ്രം എനി ആക്ടിവിറ്റി. ദിസ് ഇൻകം ഈസ് ദി കോമ്പിനേഷൻ ഓഫ് ബോത്ത് അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. ആ ഇൻകം എന്ന് പറയുന്നത്, ഒരാൾക്ക് ഒരു 5000 രൂപ ഇൻകം കിട്ടണം അസ്യൂം ചെയ്യാം. ഈ 5000 രൂപ എന്ന് പറയുന്നതിനകത്ത് അഗ്രികൾച്ചറൽ ഇൻകവും വരുന്നുണ്ട്, നോൺ അഗ്രികൾച്ചറൽ ഇൻകവും വരുന്നുണ്ട്. അപ്പൊ കാർഷിക വരുമാനവും കാർഷികേതര വരുമാനവും ഒന്നിച്ച് കൂടി ചേരുന്ന, അങ്ങനെയുള്ള രണ്ടിന്റെയും കൂടെ പ്രസൻസ് വരുന്ന ഒരു ഇൻകത്തെയാണ് നമ്മൾ കോമ്പോസിറ്റ് ഇൻകം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. ഒരു പ്രത്യേകത പറയുന്ന ഇതാണ്, നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുമ്പോൾ അതെന്താണ്? എക്സംപ്റ്റ് ചെയ്യുന്ന ഇൻകം ആണ്. നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുമ്പോൾ ടാക്സബിൾ ഇൻകം ആണ്. സോ ദർ ഈസ് എ കേസ് ഓഫ് സെപ്പറേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം കോമ്പോസിറ്റ് ഇൻകം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ഇൻകം നമ്മൾ വേർതിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5000 രൂപ കിട്ടി, ആ 5000 ഒരു കോമ്പോസിറ്റ് ഇൻകം ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ്. ആ കോമ്പോസിറ്റ് ഇൻകം ആണ് 5000 രൂപ എന്നുണ്ടെങ്കിൽ ആ 5000 രൂപയുടെ എത്ര ഭാഗമാണ് അഗ്രികൾച്ചറൽ ഇൻകം ഉള്ളത്? ഇസ് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം, പാർട്ട്ലി നോൺ അഗ്രികൾച്ചറൽ ഇൻകം. അപ്പൊ അതിൽ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്ന പോർഷൻ എത്ര പ്രൊപ്പോർഷൻ അഗ്രികൾച്ചറൽ ഇൻകം ഉള്ളത്, എത്ര പ്രൊപ്പോർഷൻ ആണ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉള്ളത്? അപ്പോൾ ഈ ₹5000 അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ എലമെന്റ് ആയിട്ട് വരുന്ന എമൗണ്ട് എന്താണ്? എക്സംപ്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ അല്ലാത്ത ഇൻകം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടോട്ടൽ ഇൻകത്തിന്റെ ഭാഗമായി, ടാക്സബിൾ ഇൻകത്തിന്റെ ഭാഗമായി വരുന്നതും ടാക്സ് കൊടുക്കേണ്ടതുമായിട്ടുള്ള ഇൻകം ആണ്. ഓക്കെ, ഇതാണ് കോമ്പോസിറ്റ് ഇൻകം എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് ബോത്ത് അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. ആൻഡ് ഓൾസോ വി ക്യാൻ സേ ഇറ്റ് ഈസ് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് പാർട്ട്ലി നോൺ അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തെ സെപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഹൗ ടു സെപ്പറേറ്റ് ദി അഗ്രികൾച്ചറൽ ഇൻകം ഇൻ കേസ് ഓഫ് കോമ്പോസിറ്റ് ഇൻകം. അപ്പൊ കോമ്പോസിറ്റ് ഇൻകത്തിന്റെ സെപ്പറേഷൻ നിർബന്ധമാണ്. നമ്മൾ അത് എങ്ങനെ ചെയ്യും? സാധാരണ ഇങ്ങനെ കോമ്പോസിറ്റ് ഇൻകവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ഷുഗർ മാനുഫാക്ചറിങ് കമ്പനീസിന്റെ എക്സാമ്പിൾ. അതുപോലെ വേറെയും എക്സാമ്പിൾസ് ഉണ്ടാവാം കേട്ടോ. അപ്പൊ ഷുഗർ മാനുഫാക്ചറിങ് കമ്പനീസിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ സാധാരണ ഒരു പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ ഒരു ഷുഗർ മാനുഫാക്ചറിങ് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഷുഗർ കെയിൻ ആണ്, അല്ലെ, കരിമ്പാണ്, അല്ലെ. അത് കൃഷി ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പഞ്ചസാര ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഷുഗർ മാനുഫാക്ചറിങ് കമ്പനിയുടെ ഇൻകം എടുത്താൽ ആ ഷുഗർ മാനുഫാക്ചറിങ് കമ്പനിയുടെ മുമ്പിൽ അവർക്ക് 2 ഓപ്ഷൻ ഉണ്ട് ഷുഗർ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട്. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, അവർക്ക് വേണമെങ്കിൽ അവർക്ക് ആവശ്യമായുള്ള ഷുഗർ കെയിൻ അവർക്ക് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇത് മാർക്കറ്റബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, അല്ലെ, മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. അവർ കരിമ്പ് നേരിട്ട് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? അവർ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാം, സ്വന്തമായിട്ട് ഒരു ഫാമിൽ എന്ത് ചെയ്യാണ്? ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്യാം. എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അവർ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുകയാണ്. അവർ 2 രീതിയിലും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇവർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ഇൻകം എന്ന് പറയുന്നത് വെറും ബിസിനസിന്റെ ഇൻകം മാത്രമാണ്, അല്ലെ. കാരണം അവരെന്താണ്, കൃഷിയൊന്നും ചെയ്യുന്നില്ല. അവര് മാർക്കറ്റിൽ നിന്ന് ആ കരിമ്പ് വാങ്ങിച്ചു, അത് പ്രോസസ് ചെയ്തുകൊണ്ട് അത് അവര് എന്താ പറയാ ഷുഗർ ആക്കി മാറ്റി. അപ്പൊ അങ്ങനെ ഈ ഷുഗർ ആക്കി മാറ്റി എന്ന് പറയുമ്പോൾ സാധാരണ ബിസിനസിന്റെ ഇൻകം മാത്രമാണ്, അതിൽ അഗ്രികൾച്ചറൽ എലമെന്റ് വരുന്നില്ല. അതേ സമയത്ത് ഈ ഫാം ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്തിട്ട് അത് പ്രോസസ് ചെയ്തിട്ട്
അത് വിറ്റുകൊണ്ട് കിട്ടുന്ന ഇൻകം ആണെങ്കിൽ അതിനകത്ത് ബിസിനസിന്റെ ഇൻകം വരുന്നുണ്ട്, അഗ്രികൾച്ചറൽ ഇൻകം വരുന്നുണ്ട്. കാരണം ഇവർ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ എലമെന്റ് വരും അല്ലെ. അത് പ്രോസസ് ചെയ്തുകൊണ്ട് അവർ ഷുഗർ ആക്കിയിട്ട് അത് ഷുഗർ മാർക്കറ്റിൽ വിൽക്കുന്നു. അപ്പൊ അത് ബിസിനസിന്റെ ഇൻകം അതിനകത്ത് വരും. അപ്പോൾ ഒരു ഷുഗർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഇൻകം എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയുള്ള കേസ് ആണെങ്കിൽ അവർ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഇൻകം കോമ്പോസിറ്റ് ഇൻകം ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഷുഗർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഇൻകത്തിൽ എത്ര പാർട്ടാണ് അഗ്രികൾച്ചറൽ ഇൻകം ഉള്ളത് അതിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെ. എത്ര ഭാഗമാണ് ബിസിനസിന്റെ ഇൻകം ഉള്ളത് അത് ടാക്സബിൾ ഇൻകത്തിന്റെ ഭാഗമായിട്ട് എടുക്കണം. സോ ഫോർ ദിസ് പർപ്പസ് വി ക്യാൻ യൂസ് ദി ഫോർമുല അഗ്രികൾച്ചറൽ ഇൻകം ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ മൈനസ് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഷുഗർ കെയിനിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ് എന്ന് പറഞ്ഞ ഫോർ എക്സാമ്പിൾ അല്ലെ. ഇപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പൊ ഒരു ഷുഗർ മാനുഫാക്ചറിംഗ് കമ്പനിക്ക് വേണ്ടത് 10,000 ടൺ അല്ലെങ്കിൽ 1000 ടൺ ഷുഗർ കെയിനാണ് അവർക്ക് ആവശ്യമുള്ളത് എന്ന് അസ്യൂം ചെയ്യാം. ഈ 1000 ടൺ ഷുഗർ കെയിനിൽ അവര് ഒരു 500 ടൺ ഷുഗർ കെയിൻ അവരെന്ത് ചെയ്യാണ്? മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്. മാർക്കറ്റിൽ ഒരു ടണ്ണിന് 1000 രൂപ കൊടുത്തു. ഫോർ എക്സാമ്പിൾ 1000 റുപ്പീസ് ഒരു ടണ്ണിന് കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്യാണ്? 500 ടൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തു. ബാക്കി 500 ടൺ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്തു. ബാക്കി 500 ടൺ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന കോസ്റ്റ് ഫോർ എക്സാമ്പിൾ 4 lakh rupees ആണ് വരുന്നത്. 4 lakh rupees ആണ് അവർക്ക് വരുന്ന കൾട്ടിവേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ കേസിൽ നമ്മൾ നോക്കിയാൽ ഈ 500 ടൺ 1000 രൂപയ്ക്ക് ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് വരുന്ന മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന എമൗണ്ട് ഇറ്റ്സ് വെരി ക്ലിയർ അല്ലെ. 500 into 1000 ദാറ്റ് ഈസ് rupees 5 lakh. 5 ലക്ഷം രൂപയാണ് അതിന് കോസ്റ്റ് വരുന്നത് അല്ലെ. സോറി, അതാണ് അതിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. 5 ലക്ഷം രൂപ മാർക്കറ്റ് പർച്ചേസ് ചെയ്യുന്നത്. അതേ സമയത്ത് ഇവര് 500 ടൺ ബാക്കി 500 ടൺ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്തപ്പോൾ അവർക്കിവിടെ വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 4 ലക്ഷം രൂപയേ ഉള്ളൂ. 4 lakh rupees ആണ് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ വരുന്നത് അല്ലെ. നമുക്ക് രണ്ട് പ്രൈസും അവൈലബിൾ ആണ്. മാർക്കറ്റ് പ്രൈസും അവൈലബിൾ ആണ്, അതിന്റെ കോസ്റ്റ് പ്രൈസും അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന ഇതാണ്, ഇതേ 500 ക്വാണ്ടിറ്റി ഇവർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയായിരുന്നെങ്കിൽ 5 lakh rupees കൊടുക്കേണ്ടി വരുമായിരുന്നു. അതേ 500 ടൺ ഇവർ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്തപ്പോൾ 4 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് വരുന്ന എമൗണ്ട് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് 5 ലക്ഷം മൈനസ് 4 ലക്ഷം. ബാക്കി 1 ലക്ഷം രൂപയുണ്ട്. ആ 1 ലക്ഷം രൂപയാണെന്ത്? അഗ്രികൾച്ചറൽ ഇൻകം. അപ്പൊ അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോർമുല അതാണ് അല്ലെ. അഗ്രികൾച്ചറൽ ഇൻകം ഈസ് ഈക്വൽ ടു മാർക്കറ്റ് വാല്യൂ മൈനസ് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ. എത്ര ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അത്രയും യൂണിറ്റിനുള്ള മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതിൽ നിന്ന് അത് ആക്ച്വലി കൾട്ടിവേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് എന്താണ് അത് കുറച്ചാൽ കിട്ടുന്ന ഇൻകമാണ് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ മൊത്തം ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 1 lakh rupees അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ₹1 lakh ഈസ് അഗ്രികൾച്ചറൽ ഇൻകം അല്ലെ. 1 ലക്ഷം അഗ്രികൾച്ചറൽ ഇൻകം ആണ്. മൊത്തം ആ ഒരു വർഷം ഈ കമ്പനിക്ക് കിട്ടിയ മൊത്തം പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തം അവർ സ്വന്തമായിട്ട് വാങ്ങിച്ചതും അതല്ല സ്വന്തമായി ഉൽപ്പാദിച്ചതുമായിട്ട് എല്ലാ കരിമ്പ് ഉൽപ്പന്നങ്ങളും അവർ പ്രോസസ് ചെയ്തുകൊണ്ട് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന മൊത്തം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ₹2,50,000 ആണ്. 2.5 ലക്ഷം രൂപയാണ് മൊത്തം അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2.5 ലക്ഷം രൂപയിൽ 1 ലക്ഷം രൂപ എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അത് എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന ഇൻകം ആണ്. ബാക്കി 1.5 ലക്ഷം രൂപയുണ്ടാവും അല്ലെ. അത് ടാക്സബിൾ ഇൻകം ആണ്, ബിസിനസിന്റെ ഇൻകം ആണ്, അതിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള കേസുകളിലാണ്, അതായത് അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ എലമെന്റ് ഒരു ഇൻകത്തിനകത്ത് വരുന്നുണ്ടെങ്കിൽ അത് കോമ്പോസിറ്റ് ഇൻകം ആണെന്ന് മനസ്സിലാക്കി അതിനെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ അഗ്രികൾച്ചറൽ ഇൻകത്തെ സെപ്പറേറ്റ് ചെയ്യണം. ആ എമൗണ്ടിനെ മൊത്തം ആ ഒരു കമ്പനിയുടെ ആ ബിസിനസിന്റെ പ്രോഫിറ്റ് നിന്ന് കുറച്ചിട്ട് ബാക്കി വരുന്ന എമൗണ്ടിനെ ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിക്കണം. അപ്പോൾ ഈ എക്സാമ്പിളിനകത്ത് ബിസിനസ് ഇൻകം അല്ലെങ്കിൽ നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്ന എമൗണ്ട് ₹1,50,000 ആണ്. ഇനി പറഞ്ഞത് ക്ലിയർ ആയോ? ഇറ്റ് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ഇൻകം തമ്മിൽ മീനിങ് ഇതാണ്. അതിന്റെ പൊതുവായിട്ട് രീതിയാണ് ഈ പറഞ്ഞത്. ഇപ്പൊ ഷുഗർ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ ഏതെങ്കിലും ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ എലമെന്റ് വരുന്ന ഇൻകം വരുന്ന ഏതെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ ആ കേസിലൊക്കെ നമ്മൾ ഇതേ രീതിയിലാണ് ഇതേ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഡിറൈവ് ചെയ്യേണ്ടത്, അത് നമ്മൾ എക്സംപ്റ്റ് ചെയ്യേണ്ടത്. ബാക്കി ഇൻകം ടാക്സബിൾ ഇൻകമായി കണക്കാക്കുകയും ചെയ്യാം. എന്നാൽ ചില പ്രത്യേക കേസുകളുണ്ട്. ഇൻകം ടാക്സ് ആക്ടിന് ചില സ്പെസിഫിക് കേസുകൾ പറയുന്നുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള പ്രപ്പോർഷൻ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പൊതുവായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ് ചെയ്യാന്നുണ്ടെങ്കിലും ഇൻകം ടാക്സ് ആക്ട് സ്പെസിഫിക് ആയിട്ടുള്ള കേസുകൾ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട കേസുകളാണ് ടീ മാനുഫാക്ചറിങ് കമ്പനീസ്, അതുപോലെ റബ്ബർ മാനുഫാക്ചറിങ് കമ്പനീസ്, കോഫി മാനുഫാക്ചറിങ് കമ്പനീസ് ഒക്കെ. അപ്പൊ അതിൽ ഒന്നാമത്തെ കേസ് ടീ മാനുഫാക്ചറിങ് കമ്പനിയാണ്.
അപ്പോൾ ഒരു ടീ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കമ്പനിയുടെ കേസിലാകുമ്പോൾ എന്ന് പറയുമ്പോൾ അവര് സ്വന്തമായിട്ട് അവരുടെ ഫാമിൽ, അവരുടെ ലാൻഡിൽ അവർ എന്ത് ചെയ്യുന്നു, അല്ലെ, ടീ അല്ലെങ്കിൽ തേയില കൃഷി നടത്തുന്നു. എന്നിട്ട് അവര് അത് ഉപയോഗിച്ചിട്ട് അവര് അത് പ്രോസസ് ചെയ്തുകൊണ്ട് അവര് ചായപ്പൊടി അതിന്റെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അത് മാർക്കറ്റിൽ അവർ സെയിൽ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിസിനസിന്റെ ഇൻകം എന്ന് പറയുമ്പോൾ അത് കോമ്പോസിറ്റ് ഇൻകം ആണ്. കാരണം അതിനകത്ത് ബിസിനസിന്റെ എലമെന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ അഗ്രികൾച്ചറൽ എലമെന്റും അതിനകത്ത് വരുന്നുണ്ട്. 1 മിനിറ്റ്. ഓക്കെ, സോറി ഫോർ ദി ഇന്ററപ്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ഇത്തരം കേസ് ആകുമ്പോൾ അവിടെ സ്പെസിഫിക് ആയി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ നമ്മളതിന്റെ മാർക്കറ്റ് വാല്യൂവും കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ നോക്കേണ്ട ആവശ്യമില്ല. ടീ മാനുഫാക്ചറിങ് കമ്പനീസിന്റെ കേസിലാകുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മൊത്തം എത്ര ഇൻകം ഉണ്ടോ ആ ഇൻകത്തിന്റെ 60% അഗ്രികൾച്ചറൽ ഇൻകമായി കണക്കാക്കുകയും ബാക്കി 40% ബിസിനസ് ഇൻകമായിട്ട് എടുക്കുകയും ചെയ്യണം. ഒരു 1,00,000 രൂപ ഒരു ടീ മാനുഫാക്ചറിങ് കമ്പനിക്ക് ഇൻകം ഉണ്ടെങ്കിൽ അതിന്റെ 60% 60,000 രൂപ എന്ന് പറയുന്ന എമൗണ്ട് അഗ്രികൾച്ചറൽ ഇൻകം ആണ്, അത് എക്സംപ്റ്റ് ആണ്. അതേ 1,00,000ന്റെ 40% ബിസിനസ് ഇൻകമായി കണക്കാക്കുന്നു, അത് ടാക്സബിൾ ഇൻകം ആണ്. അപ്പൊ ടീ മാനുഫാക്ചറിങ് കമ്പനീസിന്റെ കേസിൽ ഈ ഒരു പ്രൊപ്പോർഷണൽ റേഷ്യോയിലാണ് നമ്മൾ അതിന്റെ അഗ്രികൾച്ചറൽ ഇൻകവും അല്ലാത്ത ഇൻകവും സെപ്പറേറ്റ് ചെയ്യുന്നത്. അതേപോലെ റബ്ബർ മാനുഫാക്ചറിങ് കമ്പനീസിന്റെ കേസിലാകുമ്പോൾ 65% ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് അഗ്രികൾച്ചർ ഓഫ് റബ്ബർ മാനുഫാക്ചറിങ് കമ്പനീസ് ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം and the remaining 35% is business income. 65% ഇൻകവും അഗ്രികൾച്ചറൽ ഇൻകമായി കണക്കാക്കണം, ബാക്കി 35% ഇൻകം ടാക്സബിൾ ഇൻകം ആണ്, ബിസിനസിന്റെ ഇൻകം ആയിട്ടാണ് കണക്കാക്കപ്പെടുക. മറ്റൊന്ന് കോഫി മാനുഫാക്ചറിങ് കമ്പനീസിന്റെ കേസിലാണ്. കോഫി മാനുഫാക്ചറിങ് കമ്പനീസിന്റെ കേസിലാകുമ്പോൾ 2 കേസസ് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തത് കോഫി ഗ്രോൺ ആൻഡ് ക്യൂർഡ്. കോഫി അല്ലെങ്കിൽ കാപ്പി കൃഷി നടത്തുകയും കാപ്പി കൃഷി നടത്തി ആ കാപ്പി കുരു അല്ലെ, അതാണ് അതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ കാപ്പിക്കുരു ജസ്റ്റ് അത് ക്യൂർ എന്ന് പറയുമ്പോൾ അത് ഉണക്കിയെടുക്കുന്ന പ്രോസസ് അതുവരെ ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ അത് ഫുള്ള് പ്രോസസ് ചെയ്യുന്നില്ല, അവർ ഇത്ര കാര്യം ചെയ്യുന്നുള്ളൂ. അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ അവർ കാപ്പി കൃഷി ചെയ്യുന്നു, അതിന്റെ കുരു എടുത്ത് ഉണക്കുന്നത് വരെയുള്ള ആ പ്രോസസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻകത്തിന്റെ 75% അഗ്രികൾച്ചറൽ ഇൻകവും 25% ബിസിനസ് ഇൻകവുമാണ്. ഇൻ കേസ് ഓഫ് ഫുള്ളി പ്രോസസ്ഡ് കോഫി, ഇനി പൂർണ്ണമായിട്ടും കോഫി പ്രോസസ് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ അത് കൃഷി നടത്തി അതിന്റെ കുരു എടുത്ത് ഉണക്കി അത് പൊടിച്ച് കാപ്പിപ്പൊടിയാക്കിയിട്ട് വിൽക്കുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ കേസിലാണെങ്കിൽ അവരുടെ ഇൻകത്തിന്റെ 60% അഗ്രികൾച്ചറൽ ഇൻകവും 40% ബിസിനസ് ഇൻകവുമാണ്. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഇതാണ്, ഈ പറഞ്ഞതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ടീ, റബ്ബർ, കോഫി ഇങ്ങനെയുള്ള ഏതെങ്കിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇൻകം ആണെങ്കിൽ നമ്മൾ ഈ കൺസേൺഡ് പ്രപ്പോർഷനിൽ നമ്മൾ ആ ഇൻകത്തെ സെപ്പറേറ്റ് ചെയ്യണം. അതല്ലാത്ത ഏതെങ്കിലും കോമ്പോസിറ്റ് ഇൻകം വരുന്ന കേസ് ആണെങ്കിൽ അവിടെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം കാണാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റ് വാല്യൂ മൈനസ് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ എന്ന് പറയുന്ന ആ രീതി വെച്ചിട്ട് അഗ്രികൾച്ചറൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി വേറെ വരാവുന്നൊരു കേസ് എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ലാത്ത ഉൽപ്പന്നമാണെങ്കിൽ, മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ല എന്നുള്ളത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എത്ര കേസ് വരുന്ന സമയത്ത് അവിടെ ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ എത്രയാണോ ആ ഒരു കൾട്ടിവേഷൻ വേണ്ടി മൊത്തം കോസ്റ്റ് എടുത്തിട്ട് അതിന്റെ കൂടെ ഒരു റീസണബിൾ എമൗണ്ട് പ്രോഫിറ്റ് കൂടെ ചേർത്താൽ കിട്ടുന്ന എമൗണ്ട് മാർക്കറ്റ് വാല്യൂ ആയി കണക്കാക്കണം. എന്നിട്ട് ഇതേപോലെ നമ്മൾ അഗ്രികൾച്ചർ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. അപ്പൊ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ലാത്ത ഏതെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ മേ ബി അങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാവാം. കാരണം നമ്മൾ ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ ആക്ട് ആണ്, ഇന്ത്യ എല്ലായിടത്തും ബാധകമായ ആക്ട് ആണ്. അപ്പൊ അങ്ങനെയുള്ള പല ഉൽപ്പന്നങ്ങളും ഉണ്ടായിരിക്കും, മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ മാർക്കറ്റ് വാല്യൂ ഉണ്ടാവില്ല. അത്തരം കേസ് നമ്മൾ എന്ത് ചെയ്യണം? അത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്ക് വരുന്ന ആക്ച്വൽ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ
പ്ലസ് എ റീസണബിൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്. അത് എത്രയാണോ അത് മാർക്കറ്റ് വാല്യൂ കണക്കാക്കുക, മൈനസ് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ, ദെൻ ഡിഫറൻസ് ഈസ് ദി അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ഇൻകം, പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്ന ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ക്ലിയർ ആയോ? ഇറ്റ്സ് ഇറ്റ് ക്ലിയർ? ക്ലിയർ. നമുക്കൊരു ചെറിയ ഒരു എക്സാമ്പിൾ കൊണ്ട് അവസാനിപ്പിക്കാം. ഒരു 2-3 മിനിറ്റ് നേരത്തേക്കുള്ള ചെറിയൊരു എക്സാമ്പിൾ ആണ്. ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ തന്നെ മിസ്റ്റർ ടോണി ഹാസ് എസ്റ്റേറ്റ്സ്, ഹാസ് എന്നാണ് ഒരു എച്ച് മിസ്സായിട്ടുണ്ട്, എസ്റ്റേറ്റ്സ് ഇൻ റബ്ബർ, ടീ ആൻഡ് കോഫി. ഹി ഡെറൈവ്സ് ഇൻകം ഫ്രം ദം. He has also a nursery wherein he grows plants and sells. For the previous year ending 31st March 2021, he furnishes the following particulars of his sources of income from estates and the sale of plants. Compute taxable income for assessment year 2021-22. ടോണി എന്ന് പറയുന്ന ആൾക്ക് 3 റബ്ബറിലും ടീയുടെയും കോഫിയുടെയും എസ്റ്റേറ്റുകളുണ്ട്. ഈ 3 കൃഷിയും ചെയ്യുന്ന ഒരാളാണ് മിസ്റ്റർ ടോണി. അതായത് 3 ഇദ്ദേഹത്തിന് ഇൻകവും കിട്ടുന്നുണ്ട്. അതിന് പുറമെ ഇത് നഴ്സറി ഉണ്ട്. ആ നഴ്സറിയിൽ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള സോഴ്സ് ഓഫ് ഇൻകം ഉള്ള ആളാണ് മിസ്റ്റർ ടോണി എന്ന് പറയുന്ന ആള്. 2021 മാർച്ച് 31 അവസാനിക്കുന്ന 2020-21 പ്രീവിയസ് ഇയറിൽ, ആ പ്രീവിയസ് ഇയറിൽ ഇദ്ദേഹത്തിന്റെ ഈ എസ്റ്റേറ്റിൽ നിന്നെല്ലാം നഴ്സറിയിൽ നിന്നും കിട്ടുന്ന ഇൻകം ഒന്നും താഴെ പറഞ്ഞ പോലെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ടാക്സബിൾ ഇൻകം ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് മാനുഫാക്ചർ ഓഫ് റബ്ബർ, റബ്ബർ മാനുഫാക്ചറിംഗ് നിന്ന് 5 ലക്ഷമാണ് ഇദ്ദേഹത്തിന് ഇൻകം കിട്ടുന്നത്. രണ്ടാമത് മാനുഫാക്ചർ ഓഫ് കോഫി ഗ്രോൺ ആൻഡ് ക്യൂഡ്, കോഫി മാനുഫാക്ചറിങ് അതിന്റെ ഫുൾ പ്രോസസിംഗ് അല്ല, ഗ്രോൺ ആൻഡ് ക്യൂഡ്, 3,55,000 rupees ആണ് ഇൻകം കിട്ടുന്നത്. ദെൻ മാനുഫാക്ചർ ഓഫ് ടീ, ടീ മാനുഫാക്ചറിങ്ങിലൂടെ 7 lakh rupees ആണ് ഇൻകം ആയിട്ട് കിട്ടുന്നത്. ദെൻ സെയിൽ ഓഫ് പ്ലാന്റ് ഫ്രം നഴ്സറി ₹1 lakh, നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം, തൈകൾ വിൽക്കുന്നതിലൂടെ കിട്ടുന്ന ഇൻകം 1 ലക്ഷം രൂപയുമാണ്. അപ്പൊ ഇതാണ് ഇദ്ദേഹത്തിന്റെ ഇൻകം. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഇദ്ദേഹത്തിന്റെ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ്, അല്ലെ? ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. ഇതിനകത്ത് പറഞ്ഞൊക്കെ അഗ്രികൾച്ചറൽ ഇൻകം ആണ്, അല്ലെ? അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് ഇതിൽ ആദ്യം പറഞ്ഞ 3 എണ്ണവും അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ എലമെന്റ് വരുന്ന കോമ്പോസിറ്റ് ഇൻകം ആണ്, അല്ലെ? 4ാമത് പറഞ്ഞത് പ്യുവർ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അതിനകത്ത് കോമ്പോസിറ്റ് ഇൻകം അല്ല, പ്യുവർ അഗ്രികൾച്ചറലാണ്. നഴ്സറിയിൽ നിന്ന് പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ എലമെന്റ് ഒന്നും വരുന്നില്ല, അത് പൂർണ്ണമായിട്ടും അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പഠിച്ചതുപോലെ അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ഓരോ സോഴ്സ് ഓഫ് ഇൻകത്തിലും എത്ര പെർസെന്റേജ് അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടോ അത് ഒഴിവാക്കി ബാക്കി വരുന്ന ഭാഗം മാത്രമേ ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, 4ാമതായിട്ട് പറഞ്ഞ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയാൻ പൂർണ്ണമായിട്ടും അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അപ്പൊ അവിടെ എന്തേ ഉണ്ടാവില്ല? ടാക്സബിൾ ഇൻകം ഉണ്ടാവുക തന്നെ ഇല്ല. എന്നാൽ ആദ്യത്തെ 3 A, B ആൻഡ് C, ഈ 3 കേസസിൽ എന്തുണ്ട്? അതിനകത്ത് നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്. അത് കുറച്ച് ബാക്കിയാണ് ബിസിനസിന്റെ അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം ആയിട്ട് കാണേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പ്രൊപ്പോർഷൻ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പൊ അതിനാദ്യം പറയുന്നത് എന്താണ്? മാനുഫാക്ചർ ഓഫ് റബ്ബർ, അല്ലെ? റബ്ബർ മാനുഫാക്ചറിന്റെ കേസിൽ 5 ലക്ഷമാണ് മൊത്തം ഇൻകം ഉള്ളതെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞു അതിന്റെ 65% അഗ്രികൾച്ചറൽ ഇൻകവും 35% ബിസിനസ് ഇൻകവുമാണ്. അപ്പോൾ ബിസിനസ് ഇൻകം ആയിട്ടുള്ള 35% മാത്രമേ ടാക്സബിൾ ആയിട്ടുള്ളൂ, ബാക്കി 65% എക്സംപ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ റബ്ബർ മാനുഫാക്ചറിന് കിട്ടുന്ന ഇൻകത്തിന്റെ 35% എടുക്കേണ്ട ആവശ്യമുള്ളൂ. 5 lakh into 35%. രണ്ടാമത് കോഫി ഗ്രോൺ ആൻഡ് ക്യൂഡ് ആണ്, അല്ലെ? ആ കേസ് നമ്മൾ കണ്ടത് 75% ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആണ്, 25% മാത്രമേ ബിസിനസ് ഇൻകം ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ബിസിനസ് ഇൻകം ആയിട്ടുള്ള 25% മാത്രമേ ടാക്സബിൾ ആകുന്നുള്ളൂ. Then 3,50,000 into 25%, ₹87,500 is the taxable income. In case of tea manufacturing, out of income from tea manufacturing, 60% is agricultural income and 40% is business income. Then only business income is taxable. Then 7 lakh into 40%, ₹2,80,000 is taxable. ദെൻ അവസാനം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിൽ ഓഫ് പ്ലാന്റ്സ് ഫ്രം നഴ്സറി ആണ്, അത് പ്യുവർ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അതിനകത്ത് കോമ്പോസിറ്റ് ഇൻകത്തിന്റെ എലിമെന്റ് ഒന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് എക്സംപ്റ്റ് ആണ്, നമ്മൾ എടുക്കുന്നേ ഇല്ല. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈ 3 എമൗണ്ടുകളുടെ ടോട്ടലാണ് ഈ അസസി, ടോണി എന്ന് പറഞ്ഞ അസസിയുടെ
ആ വർഷത്തെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് ₹5,42,500. അപ്പൊ ഇതാണ് കോമ്പോസിറ്റ് ഇൻകവുമായി ബന്ധപ്പെട്ടുള്ള കേസ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള കേസാണ്. നമ്മൾ അതിന്റെ പ്രൊപ്പോസൽസ്